ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ സഭ പാസാക്കി. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ബില്ലിന്മേലുള്ള കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽ-ഖ്വയ്ദ അനുബന്ധ സംഘടനയെന്ന് UN രക്ഷാസമിതി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനമായ മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുമെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ആഘോഷ പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർ ഘർ തിരങ്കയുടെ ഭാഗമായ തിരങ്ക യാത്രകളും ദേശസ്നേഹം ഉണർത്തുന്ന മറ്റു പരിപാടികളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ ത്രിവർണ്ണ പതാക ഉയർത്തി. ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹവും അഭിമാനബോധവും വർദ്ധിപ്പിക്കാൻ ഹർ ഘർ തിരങ്കയിലൂടെ സാധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, S ജയശങ്കർ തുടങ്ങിയവരും ത്രിവർണ്ണ പതാക ഉയർത്തി പ്രചാരണ പരിപാടിയുടെ ഭാഗമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജൂലൈ 20-ന് ആരംഭിച്ച സമ്മേളന കാലയളവിൽ 19 ദിവസമാണ് സഭ ചേർന്നത്. പൊതുപരീക്ഷാ ക്രമക്കേട് തടയുന്നതിനുള്ള ഭേദഗതി ബിൽ, വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ, കേരളം പുനർനാമകരണ ബിൽ തുടങ്ങി സുപ്രധാന ബില്ലുകൾ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കും സഭ വേദിയായി. എന്നാൽ നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധം, അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്താൽ സമ്മേളന കാലയളവിലുടനീളം പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിലെ ചർച്ചകളിൽ നിന്ന് പ്രതിപക്ഷം ഓടിയൊളിക്കുകയായിരുന്നുവെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചർച്ചകൾക്ക് സർക്കാർ തയ്യാറായിരുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയെങ്കിലും അതിലൊന്നിൽ മാത്രമാണ് ഇരുസഭകളിലും ചർച്ച നടന്നത്. ലോക്സഭ 19%, രാജ്യസഭ 39% മാത്രം പ്രവർത്തനക്ഷമതയാണ് വർഷകാല സമ്മേളനത്തിൽ കാഴ്ചവെച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. ऑपोजिशन डिस्कशन से भाग रहे थे. पार्लियामेंट्री डेमोक्रेसी में ऑपोजिशन डिस्कशन के लिए डिमांड करते हैं और सरकार उसका जवाब देते हैं. ये तरीका होता है क्योंकि लोगों ने हमको चुना देश सेवा के लिए. तो पहली बार ये दृश्य देखने को मिला कि सरकार खुद कह रहे हैं कि हम डिस्कशन चाहते हैं और ऑपोजिशन बहाना बना करके डिस्कशन से भाग रहे हैं. तो ये लोकतंत्र के लिए, विशेष करके संसदीय लोकतंत्र के लिए ठीक नहीं है. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നില്ലെന്നും സംസ്ഥാനങ്ങളുടെ വരുമാന ഘടനയെ ബാധിക്കില്ലെന്നും കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി. പ്രധാന ധാതുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ഭേദഗതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഖനന മേഖലയിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിനായി സംയോജിത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഖനന മേഖലയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളുടെ വരുമാന വിഹിതം 65%-ൽ നിന്ന് 85%-ആയി വർദ്ധിച്ചിട്ടുണ്ടെന്നും ശ്രീ കിഷൻ റെഡ്ഡി വ്യക്തമാക്കി. അതേസമയം ഖനി ധാതു ഭേദഗതി ബില്ലിനെതിരായ കേരളത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു.
മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതി നടപ്പാക്കുന്നതിനായി ധാരണാപത്രം ഒപ്പിടാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്നും നഷ്ടപരിഹാരവും കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും നൽകുന്നതിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കടലിൽ കാണാതാകുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനായി പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അടിയന്തരമായി തയ്യാറാക്കാൻ ഫിഷറീസ് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. സംഗീതം, നൃത്തം, നാടകം, നാടോടി ഗോത്രകലകൾ തുടങ്ങിയവയിലെ മികച്ച സംഭാവനകൾ മാനിച്ചാണ് 100-ലേറെ കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ആധുനിക ഇന്ത്യയുടെ പ്രതിഭാശേഷിയെയും സമർപ്പണ മനോഭാവത്തെയുമാണ് പുരസ്കാര ജേതാക്കൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. भारत एक ऐसे संस्कृति संपन्न देश है, ये थोड़ा अलग एक विश्व, अलग एक पृथ्वी, ये जोड़ों से जुड़ी हुई है. भारत जैसे भाषाएं, जैसे पहनावा, खान पान जैसे अलग अलग है, ऐसे संस्कृति, ऐसे नृत्य, संगीत, हर चीज अलग है. विविधता और एकता का ये संबंध हमारी कलाकारों की सबसे बड़ी शक्तियां हैं. ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നതിൽ സുപ്രീംകോടതി ആശങ്ക രേഖപ്പെടുത്തി. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി റീജിയണൽ സർക്യൂട്ട് ബെഞ്ചുകൾ സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന ജില്ലാ ഉപഭോക്തൃ കമ്മീഷനുകളുടെ പെർഫോമൻസ് ഓഡിറ്റ് നടത്താനും നിർദ്ദേശമുണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ നാളെ രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. ഓഗസ്റ്റ് 15 പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. രാത്രിയിലെ പൊതുയിടങ്ങൾ സ്ത്രീകളുടേതുമാണെന്ന സാമൂഹിക ബോധം ശക്തിപ്പെടുത്തുകയും സ്ത്രീകളുടെ സുരക്ഷയും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയുമാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. വനിതാ ബുള്ളറ്റ് റൈഡേഴ്സിന്റെ റാലിയോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷൻ മുതൽ ആയുർവേദ കോളേജ് ജംഗ്ഷൻ വരെയുള്ള പാതയിൽ വിവിധ കലാകായിക പരിപാടികൾ നടക്കും. 30 വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, സ്ത്രീകൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള വാൾ ഓഫ് ഫ്രീഡം, സ്ത്രീ സുരക്ഷാ ആപ്പുകളുടെയും ഹെൽപ്പ് ലൈനുകളുടെയും പ്രദർശനം, ഷീ ടീം സംവിധാനം എന്നിവയും ഉണ്ടാകും. ഭക്ഷണശാലകളും രാത്രിചന്തയും ഒരുക്കും. ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽ-ഖ്വയ്ദ അനുബന്ധ സംഘടനയെന്ന് UN രക്ഷാസമിതി. കഴിഞ്ഞ നവംബറിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ അൽ-ഖ്വയ്ദ ഉപസംഘടനയായ AQIS ആണെന്ന് രക്ഷാസമിതിയുടെ ഭീകരവാദ നിരീക്ഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. വികേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളിലൂടെ പ്രാദേശിക ഭീകരവാദ സംഘടനയായി AQIS വളർന്നുവരികയാണെന്നും ബംഗ്ലാദേശിൽ സ്വാധീനമുറപ്പിക്കാൻ സംഘടന ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. നൈജീരിയയിൽ നടന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം നേടി ഇന്ത്യ. അണ്ടർ 23 സീനിയർ വിഭാഗങ്ങളിലായി 13 സ്വർണവും 8 വെള്ളിയും 14 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യത്തിന് കോമൺവെൽത്ത് ഫെൻസിംഗ് ഫെഡറേഷൻ നൽകുന്ന വിൽക്കിൻസൺ സ്ക്വാഡ് ട്രോഫിയും ഇന്ത്യ കരസ്ഥമാക്കി. രാജസ്ഥാനിൽ ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. വിവാഹം, പിന്തുടർച്ചാവകാശം, ജീവനാംശം, ലിവിംഗ് ഇൻ ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഏകീകൃത വ്യവസ്ഥകൾ കൊണ്ടുവരാനാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ സഭ പാസാക്കി. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ബില്ലിന്മേലുള്ള കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം.
ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽ ഖ്വയ്ദ അനുബന്ധ സംഘടനയെന്ന് UN രക്ഷാസമിതി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.